ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് ഒരു ധീര വനിതയാണ്, കോഴിക്കോട് ചേളന്നൂർ സ്വദേശിനി മിഥു ശ്രീജിത്ത്. അതായത് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോവുകയായിരുന്നു മിഥു. ചേളന്നൂരിൽ നിന്ന് ബസ് കയറി ടൗണിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്താണെന്ന് മിഥു തന്നെ പറയും. എന്താ സംഭവിച്ചത്? ഞാൻ ജോലിക്ക് പോയിനി. ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇടക്കരയിൽ കയറിയിട്ട് എരഞ്ഞിപ്പാലം ഇറങ്ങുക. അപ്പോൾ എൻ്റെ കൂടെ കുറേ ചേച്ചിമാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മോഷ്ടിച്ച ഈ സ്ത്രീയും ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ പിന്നെ ഈ ചേച്ചി നഷ്ടപ്പെട്ട ഒരു ആ ചേച്ചീനെ എനിക്കറിയില്ല, പക്ഷെ എവിടെയും പരിചയമില്ല എനിക്ക്. അങ്ങനെ ആ ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ചെയിന് കാണുന്നില്ല, ഇത്രയും നേരം കഴുത്തിലുണ്ടേന് കാണുന്നില്ല. അപ്പം എല്ലാവരും പറഞ്ഞു, കണ്ടക്ടറും പറഞ്ഞു ഇറങ്ങിയവരൊക്കെ അവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. അന്നപ്പോൾ ചേച്ചിയുടെ നിങ്ങൾ അവിടെ നോക്കിയോ? അപ്പം ചേച്ചി പറഞ്ഞു, ഞാൻ നോക്കി, അവിടെയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം കണ്ടക്ടർ പറഞ്ഞു, നിങ്ങളൊന്നും കൂടി മേലോട്ട് കയറി നോക്കി ബസ്സിലേക്ക് കയറിയിട്ട് നോക്കി എന്നാണ്. അപ്പോൾ ആ ചേച്ചി കയറിയ ചേച്ചീനെ വയ്യക്ക് തന്നെ ഈ തമിഴ്നെത്തിയോ കയറിയിട്ട് ഈ ചേച്ചി തിരയുമ്പോൾ ഈ തമിഴത്തി ബാഗിൻ്റെ സൈഡിൽ കൂടെ മാല താഴേക്കിട്ട് 2 ചെയിൻ ഉണ്ടായിരുന്നു, ഒന്ന് സ്വർണത്തിൻ്റെയും ഒന്ന് ഗ്യാരണ്ടിൻ്റെയും. കണ്ടോ? ആ കണ്ട്, ഞാൻ താഴത്ത് നിന്ന് കാണുന്നുണ്ട്. അന്നപ്പോൾ അടുത്തൊരു പെൺകുട്ടീനെ, അപ്പോൾ അവളും കണ്ട്. അന്നപ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ച അവരെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ താഴോട്ട് ഇറക്കിയപ്പോൾ ആർക്കും പിടിക്കാൻ കിട്ടുന്നില്ല. സംഭവം ഇങ്ങനെ കൊതറുന്നുണ്ട്. പിന്നെ ഇറങ്ങി ഓടാനുള്ള ശ്രമം. അപ്പം എല്ലാവരും പറയുന്നുണ്ട് പോലീസുകാരെ വിളിക്കുന്നു. അന്നേരം പിന്നെ റോഡ് ക്രോസ് ചെയ്ത് ഓടുക. അപ്പം ഞാൻ പിന്നാലെ ഓടി. സിഗ്നലിൻ്റെ ഉള്ളിൽ കൂടി ബസ്സും ഓട്ടോറിക്ഷയും എല്ലാം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നാലെ ഓടി. അത് എരഞ്ഞിപ്പാലം ബസ് സ്റ്റോപ്പ് തൊട്ടിട്ട് നമ്മളെ കാരപ്പറമ്പേ പോകുന്ന ആശീർവാദത്തിന് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതിന്റെ ഇപ്പുറത്തായിട്ട് ആ ഫ്ലാറ്റ് വരെ ഓടിയിരിക്കുന്നു. ഉണ്ട്. വേറെ ആരും ഒപ്പം ഓടിയായിരുന്നോ? ഇല്ല. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിനി കുറച്ച് കഴിഞ്ഞേരം. ഞാൻ അവിടെ എത്താൻ നേരത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടു റോട്ടിൽ തന്നെ അവരെ പിടിച്ചിരിക്കുന്നു. അപ്പം ഇന്നെങ്ങനെ കൊതറുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അവരെ ചുരിദാർ ഇനി അന്നേരം ഇട്ടത്. അപ്പോൾ ആ ചുരിദാർ കുറച്ചൊന്ന് ഇത് കീറുകയും ചെയ്തിരിക്കുന്നു. പിന്നെ പോലീസ് വന്നിട്ടാണോ അവരെ വിട്ടുകൊടുത്തത്? ആ പോലീസ് വന്ന്, പിന്നെ ആ ചേച്ചിയും വന്ന്. പോലീസുകാരെ വന്നതിന് ശേഷം ആ മാല പോയ ചേച്ചിയും വന്ന്. അപ്പോൾ ചേച്ചീൻ്റെ മോള് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. അത് ആ പ്രതി എന്ന് പറയുന്ന മാരിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, തമിഴ്നാട് മധുര സ്വദേശിനിയാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. മാല ഏതായാലും ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു സഡൻ റെസ്പോൺസ് ആണ് ഉണ്ടായത് ചേച്ചിയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഇടപെടാനുള്ളൊരു ധൈര്യം കിട്ടിയത് എവിടുന്ന? അത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല വിലയല്ലേ. എനിക്കൊരു ചെയിന് വാങ്ങാൻ എൻ്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ചെയിന് വാങ്ങിയ. അങ്ങനെ അന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് അവരെ പിടിക്കണം തന്നെയായി. പിന്നെ ഞാനൊന്നും എൻ്റെ ജീവൻ വരെ നോക്കില്ല, ഏതൊക്കെയോ വണ്ടീൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് പോയത്. അങ്ങനെ അവരെ പിടിച്ചതാണ്. ഓടുന്ന കണ്ടിട്ട് ആരും ഒപ്പം ഓടാൻ കൂടിയില്ല? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഓടിയത്. ഓട്ടക്കാരിയായിരുന്നു ഇതിനു മുമ്പ്? ആ ഓടിയുണ്ട്. ഞാൻ ഓട്ടത്തിൽ തന്നെ. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ആ ഉണ്ട്. അതിപ്പോ ജീവിതത്തിൽ ഉപകാരപ്പെട്ടല്ലേ? ഉപകാരപ്പെട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞാലും പഞ്ചായത്ത് തല ഓട്ട മത്സരം ഉണ്ട്, അതിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴും മാല നഷ്ടപ്പെട്ട ചേച്ചിനെ കാണാൻ പറ്റിയിരുന്നു അതിന് ശേഷം? അവിടുന്ന് ആ ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് കണ്ടതാ, പിന്നെ കണ്ടില്ല. പിന്നെ സ്റ്റേഷനിലേക്ക് വരാന്ന് പറഞ്ഞിനി, പിന്നെ ആ ചേച്ചി വന്നിട്ടില്ല. ഞാൻ വരുന്നവരെ വന്നില്ല. പോലീസുകാരെന്താ പറഞ്ഞേ? പോലീസുകാർക്കൊക്കെ അഭിമാനം. പോലീസുകാരറിഞ്ഞ് നിന്നെ പോലെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരെ പിടിക്കാനൊരു ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അതായത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, പെട്ടെന്ന് തീരുമാനം എടുത്ത് ഒരു ആക്ഷനിലേക്ക് ചേച്ചി നീങ്ങി. പല ആളുകളും പേടിച്ച് വിറച്ച് നിൽക്കും, പക്ഷേ ചേച്ചി അങ്ങനെ പേടിച്ച് വിറച്ചില്ല, ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങി. ഇങ്ങനെ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഇതിനു മുമ്പ്? ഇല്ല, ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്ക് അന്നേരം അവരെ പിടിക്കണം തന്നെ ഒരു വാശിയായിപ്പോയി. അതെന്താ പറയുക, അങ്ങനെ ഓരോരുത്തർ വാങ്ങുന്ന പൊന്നാണല്ലോ. അന്നപ്പോൾ ഇവരിതിങ്ങനെ ബസ് കയറിയിട്ട് ഇങ്ങനെ ഇപ്പം ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിണ്ട് മറ്റൊരു ബസ് കയറും. പിന്നെ ഇവര് മറ്റു കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നിരവധി കേസുകൾ ഇതേ സമാനമായ കേസിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ട് പോലീസ്. ഈ മാരിയമ്മ പറയുന്നുണ്ട്, സാർ അവിടുന്ന് പറഞ്ഞൊക്കെ കുറെ കേസിലുണ്ട് എന്ന്. ഏതായാലും അഭിനന്ദനങ്ങൾ. ഇനിയും എല്ലാവരും ഇത് കണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം എന്നതിന്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ മിഥു ശ്രീജിത്ത് നൽകുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.